ശ്രീ മഹാഗണപതി നമഃ. ജ്യോതിഷ സംഗീയാത്ര പി വിജയ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തൽപുരം. ഇന്നത്തെ വീഡിയോയിൽ സൂര്യൻ്റെ കർക്കടകം രാശി സഞ്ചാരത്തെക്കുറിച്ചാണ്. സൂര്യൻ കർക്കടകം രാശിയിൽ സഞ്ചരിക്കുന്നത് ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയാണ്. കർക്കടകം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ 12 നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണഫലം നൽകുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. സൂര്യൻ്റെ കർക്കടകം രാശിയിലുള്ള പ്രവേശനം ത്രിഗ്രഹ യോഗത്തിലാണ് സഞ്ചരിക്കുക. 3 ഗ്രഹങ്ങൾ ഒരുമിച്ച്, സൂര്യനും ബുധനും ശുക്രനും. എന്നാൽ ഈ ത്രിഗ്രഹ യോഗം ജൂലൈ 19 വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതായത് 4 ദിവസം. അത് കഴിഞ്ഞാൽ ബുധൻ്റെ രാശി മാറ്റമുണ്ടാകും. സൂര്യൻ്റെ കർക്കടകം രാശിയിലുള്ള സഞ്ചാരം 12 നക്ഷത്രക്കാർക്ക് കൂടുതൽ പ്രയോജനകരവും ഗുണകരവുമായി ഭവിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചിട്ടും സർക്കാർ നേട്ടങ്ങൾ, ഗവൺമെൻറ് തസ്തികളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനഗുണവും അംഗീകാരവും ലഭിക്കും. ജോലിക്ക് ശ്രമിച്ചവർക്ക് കിട്ടാനുള്ള സന്ദർഭം വന്നു ചേരും. സർക്കാർ തലത്തിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ അതിനെല്ലാം വഴി തെളിയിക്കും. രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാകും. രോഗമില്ലാത്തവർക്ക് നല്ല ആരോഗ്യം നിലനിർത്തും. തൊഴിലിൽ അഭിവൃദ്ധിയും ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടവും ഉണ്ടാകും. ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചവർക്ക് അത് നേടാൻ പറ്റും. സർക്കാരിൽ നിന്നുള്ള സ്ഥലമാറ്റത്തിന്, തൻ്റെ ഇഷ്ട സ്ഥാനത്തേക്കുള്ള മാറ്റത്തിന് അത് നേടാൻ സാധിക്കും. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് ഈ 12 നക്ഷത്രക്കാർക്കും ഈ സമയം അനുഭവിക്കുകയില്ല. ശത്രുക്കളുമായി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർക്ക് ശത്രുജയം ഉണ്ടാകും. ചില ആൾക്കാർ ശത്രുക്കളുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിൽ എത്തിച്ചേരുകയും മനസ്സന്തോഷം കൈവരിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ, ഈ കർക്കടക മാസത്തിൽ നല്ല മനോധൈര്യവും ശാരീരിക പ്രയാസങ്ങളും എല്ലാം മാറി തെളിഞ്ഞു വരുന്നതാണ്. പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടവും വിചാരിക്കാത്ത രീതിയിലുള്ള വരാനുള്ള മാനാർത്ഥ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് പോകുന്നവർക്കാണെങ്കിൽ അതിനെല്ലാം വഴി തെളിയുന്ന സന്ദർഭം വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂല സ്ഥിതിയാണ് ഈ സമയത്ത് വന്നു ചേരുക. ആദ്യമായിട്ട് ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ എന്ന് പരിശോധിക്കാം. എടവക്കൂറാണ്. കാർത്തിക മുക്കാലും, കാർത്തികയുടെ 2ാം പാദം, 3ാം പാദം, 4ാം പാദം. രോഹിണി നക്ഷത്രം, മകീര്യം അര നക്ഷത്രം. മകീര്യത്തിൻ്റെ ആദ്യ പാദവും 2ാം പാദവും. അങ്ങനെ ഇടവക്കൂറുകാർക്ക് 3ാം കൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. മാനാർത്ഥലാഭം, മനോധൈര്യം, ആരോഗ്യം, ധനലാഭം എല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതിയും ഉണ്ടാകും. വീടെടുക്കാൻ പോകുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകും. വീടിൻ്റെ പണിയെല്ലാം തുടങ്ങാനുള്ള സാഹചര്യമുണ്ടാകും. ഇടപാട് നടത്താനും അനുകൂല സ്ഥിതിയാണ്. ആരോഗ്യം നിലനിർത്തും. പലതരത്തിൽ നിന്നുള്ള വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഇടവക്കൂറുകാർക്ക്. ലഗ്നത്തിൽ വ്യാഴവും കണ്ടകശനിയും കർമ്മഭാവത്തിൽ നിൽക്കുന്നവർക്ക് ഈ ഇടവക്കൂറുകാർക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ചില വിഷമതകളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റം ഏറെ ഗുണം ചെയ്യും. അങ്ങനെ ഇടവക്കൂറുകാർക്ക് ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് സൂര്യൻ്റെ സഞ്ചാരം.
അടുത്തത് കന്നിക്കൂറാണ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്ര, അര, കന്നിക്കൂർ. ഉത്രത്തിൻ്റെ 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം അത്തം നക്ഷത്രം. ചിത്രയുടെ ആദ്യത്തെ പാദം, 2-ാം പാദം. 3 നക്ഷത്രക്കാർക്ക്, ഈ കന്നിക്കൂറുകാർക്ക് 11-ാം കൂറിലാണ് സഞ്ചരിക്കുന്നത്. ബിസിനസ് അഭിവൃദ്ധിപ്പെടും. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. വീട്, സ്ഥലം വാങ്ങുവാൻ സാധിക്കും. പെട്ടെന്നുള്ള ധനാഗമമെല്ലാം ഉണ്ടാകും. ആഗ്രഹ നിവൃത്തി ഉണ്ടാകും. ഈ ദേശം വിട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകുന്ന ഉദ്ദേശിക്കുന്നവർക്കോ ഇതിനൊക്കെ കാര്യസാധ്യമുണ്ടാകും. അവിടെ ജോലി ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. സ്ഥലം മാറ്റത്തിനെല്ലാം ഏറ്റവും പറ്റിയ ഒരു സമയമാണ്. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റത്തിന് ഗുണകരമായി ഭവിക്കുന്ന കാലവും കൂടിയാണ്. വിവാഹ, വിദ്യാഭ്യാസ കാര്യത്തിനെല്ലാം തുനിയുന്നവർക്ക് അതിനുള്ള സമയവും കൂടിയാണ്, സന്ദർഭം വന്നു ചേരും. അതെല്ലാം അനുകൂലമായി ഭവിക്കും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് എല്ലാം കൊണ്ടും വളരെ നേട്ടമുള്ള കാലമാണ് വന്നിരിക്കുന്നത്. പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തത് തുലാക്കൂറാണ്. 10-ാം കൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്, കർമ്മഭാവത്തിൽ. ചിത്ര, അര, ചിത്രയുടെ 3-ാം പാദം, 4-ാം പാദം ചോതി നക്ഷത്രം. വിശാഖം, മുക്കാല്, വിശാഖത്തിൻ്റെ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം. തുലാക്കൂറിന് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാലവും കൂടിയാണ്. 10-ാം കൂറിലുള്ള സൂര്യൻ കർമ്മഗുണം, പ്രത്യേകിച്ചിട്ടും സർക്കാർ നേട്ടങ്ങൾ, കർമ്മത്തിൽ ഉയർച്ച, സ്ഥാനഗുണം, ധനലാഭം ഇതൊക്കെ അനുകൂലമായി തീരും. വീട് പണിയെടുക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമാണ്. അനുകൂല സമയവും കൂടിയാണ്. മത്സര രംഗത്ത് വിജയം കൈവരിക്കും. വിചാരിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമുണ്ടാകും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബസുഖം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിന് പുരോഗതി ഉണ്ടാകും. ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. പൂർവിക സ്വത്ത് കിട്ടുവാനുള്ള കാര്യഗുണം ഉണ്ടാകും. ഈശ്വര കാര്യങ്ങളിൽ തൽപരനാകും. പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കും. എല്ലാ പ്രവൃത്തി മേഖലകളിൽ നിന്നും വിജയം കൈവരിക്കുന്നതാണ്. കൂടാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാതെ പോകുകയും ചെയ്യും. ആരോഗ്യവും കുടുംബസുഖവും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനായാലും അവരുടെ കർമ്മകാര്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ വിവാഹ കാര്യത്തിനാണെങ്കിലും പ്രവർത്തിച്ചാൽ ഈ കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കും. അപ്പോൾ തുലാക്കൂറുകാർക്കും ഏറ്റവും നല്ല സമയമാണ് ഈ കർക്കിടകക്കൂറിൽ സൂര്യൻ്റെ സഞ്ചാരം. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടം, അര, അവിട്ടത്തിൻ്റെ 3-ാം പാദം, 4-ാം പാദം ചതയം നക്ഷത്രം. പൂരുട്ടാതി, മുക്കാല്, പൂരുട്ടാതിയുടെ ആദ്യപാദം, 2-ാം പാദം, 3-ാം പാദം. കുംഭക്കൂറുകാർക്ക് 6-ാം കൂറിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാലവും കൂടിയാണ് ഈ സൂര്യൻ്റെ 6-ാം കൂറിലേക്കുള്ള മാറ്റം. ആരോഗ്യം, ധനലാഭം, ശത്രുജയം ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിവാഹം തടസ്സമുള്ളവർക്ക് വിവാഹം കഴിക്കുവാനുള്ള സന്ദർഭം വന്നു ചേരും. ഇടപാട് നടത്തുന്നവർക്ക് ഇടപാട് നടത്താൻ സാധിക്കും. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവും. ശത്രുക്കളും മനപ്രയാസവും ദുരിതവും അനുഭവിച്ചവർക്ക് ശത്രുജയമുണ്ടാകും. പ്രയാസങ്ങളെല്ലാം തീരും. മനസ്സന്തോഷവും മനോധൈര്യവും കൈവരിക്കും. രോഗങ്ങളുള്ളവർക്ക് രോഗശമനമുണ്ടാകും. പല തരത്തിൽ നിന്നുള്ള വിഷമതകളും ശാരീരിക പ്രയാസവും അസ്വസ്ഥതകളും മന്ദതയും ഉള്ളവർക്ക് ഈ കാലഘട്ടം
ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാക്കുക. തൊഴിൽപരമായി പല തടസ്സങ്ങളും പ്രയാസങ്ങളും തറവാട്ടിൽ നിന്ന് ഭാഗം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെല്ലാം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഈ മാസം, അതായത് ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള ഈ കാലഘട്ടം ചിലപ്പോൾ അനുഭവയോഗ്യമായി തീരും. നല്ല ഗുണകരമായിട്ടും മനസ്സന്തോഷവും കൈവരിക്കാവുന്ന കാലമാണ്. ഈ കുംഭക്കൂറുകാർക്കും അനുകൂല സ്ഥിതിയാണ്. ഈ 4 രാശി നക്ഷത്രക്കാർക്കും ഇടവക്കൂറിലെ കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം വര ഇടവക്കൂറും, ഉത്രം മുക്കാൽ അത്തം ചിത്രവര കന്നിക്കൂറും, ചിത്രവര ചോതി വിശാഖ മുക്കാൽ തുലാക്കൂറും, അവിട്ടം വര ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറും. അങ്ങനെ ഈ 4 രാശിക്കാരായ 12 നക്ഷത്രക്കാർക്കും ഏറ്റവും ഗുണകരമായി ഭവിക്കുന്ന കാലമാണ് വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. നന്ദി, നമസ്കാരം.